ഹായ് ഹലോ വെൽക്കം ടു ടി ടി അക്കാഡമി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ NCF 2007 കുറിച്ച് പഠിച്ചു. അപ്പം ഈ NCF 2007 ബാക്കിയായിട്ട് വന്നിരിക്കുന്നതാണ് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 KCF 2007. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ LPUP ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് ഈ KCF 2007. അപ്പോൾ നമുക്ക് KCF 2007 കുറിച്ച് ഇന്ന് വിശദമായി ഒന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. 2005 ദേശീയ പാഠ്യപദ്ധതി രൂപരേഖയുടെ ചുവട് പിടിച്ച് തയ്യാറാക്കിയതാണ് KCF 2007. KCF എന്ന് തിരുത്തി വായിക്കുക. അപ്പം ഈ KCF 2007 മുന്നോട്ട് വെച്ച സമീപനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആശയാവതരണ രീതി, ഉദ്ഗ്രഥിത സമീപനം, ബഹുമുഖമായ ബുദ്ധിയുടെ വികാസം, അറിവിൻ്റെ നിർവ്വാണം. അപ്പം ഇത്രയും സമീപനങ്ങളാണ് ഈ KCF 2007 മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇനി KCF 2007 വിശകലനം ചെയ്യുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കേരളം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഈ KCFൽ വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പം ഈ KCF 2007 8 പ്രശ്നമേഖലകളാക്കി തിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിശ്വമാനവൻ എന്ന കാഴ്ചപ്പാട് രൂപപ്പെടാത്ത അവസ്ഥ, അധ്വാനശേഷി വികസനത്തിൻ്റെ അഭാവം, സാംസ്കാരിക തനിമയെക്കുറിച്ചും അതിൻ്റെ സ്വതന്ത്ര വികാസത്തെക്കുറിച്ചുമുള്ള ധാരണക്കുറവ്, കൃഷി ഒരു സംസ്കാരമായി കാണാത്ത അവസ്ഥ, ശാസ്ത്രീയമായ പൊതുജനാരോഗ്യത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അഭാവം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള പരിഗണന ഇല്ലായ്മ, ശാസ്ത്രീയമായ മാനേജ്മെൻറ്റിൻ്റെ അഭാവം, പരിസ്ഥിതി സൗഹൃദപരമായ വ്യവസായവൽക്കരണത്തിൻ്റെയും നഗരവൽക്കരണത്തിൻ്റെയും അഭാവം. അപ്പം ഇത്രയും പ്രശ്നങ്ങളാണ് KCF 8 പ്രശ്നമേഖലകളാണ് ഇതിൽ KCF 2007 പരാമർശിച്ചിട്ടുള്ളത്. ഇനി KCF 2007 ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാമൂഹിക നീതി, സന്തുലിതവും വിവേകപൂർണവുമായ വികസനം, മികച്ച പൗരത്വം വികസിപ്പിക്കുക, ഉയർന്ന ദേശീയബോധം വളർത്തുക, അവകാശബോധത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം, ശാസ്ത്ര സാങ്കേതിക അവബോധം വളർത്തൽ, ശാസ്ത്രീയ മനോഭാവം വളർത്തുക, സാംസ്കാരിക തനിമ പരിപാലിക്കുക, തൊഴിൽ നൈപുണി വളർത്തുക, സാമൂഹികവും ജനാധിപത്യപരവുമായ മൂല്യങ്ങൾ നേടുക, സ്വാശ്രയത്വം ഊട്ടി വളർത്തുക, ചെറുത്തുനിൽപ്പിന് കരുത്ത് പകരുക, അറിവിൻ്റെ നിർമ്മാണ വിനിമയം ഊന്നിയുള്ള വിദ്യാഭ്യാസം, വിമർശനാത്മക സമീപനം പോഷിപ്പിക്കുന്ന വിദ്യാഭ്യാസം. ഇത്രയും ലക്ഷ്യങ്ങളാണ് KCF മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഈ KCF 2007 നമ്മൾ സമീപനങ്ങൾ എന്തൊക്കെയാണെന്നും പ്രധാന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ 8 പ്രശ്നമേഖലകളെ കുറിച്ചാണ് പറയുന്നതെന്നും ലക്ഷ്യങ്ങൾ ഏകദേശമായിട്ട് നമ്മളൊന്ന് ഓർത്തു വയ്ക്കുകയും ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് KCF 2007 നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതായിട്ടുള്ളത്. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് മനസ്സിലാക്കി ഇൻ്റർവ്യൂവിനായിട്ട് നന്നായിട്ട് തയ്യാറെടുക്കുക. Thank you for watching.